ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കണു. എൻ്റെ ശബ്ദം പിന്നെയും ചെറുതായിട്ടൊന്ന് മാറിയത് ഞാൻ ഓരോ വ്ളോഗിലും ഇനി പറയേണ്ട ആവശ്യമുണ്ട് തോന്നുന്നില്ല. കാരണം സ്വിസ്സിൽ നമ്മൾ പോയി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളി വെതറായിരുന്നുവല്ലോ, നല്ല ചൂടായിരുന്നു. തിരിച്ചിവിടെ വന്നപ്പോൾ ടെമ്പറേച്ചർ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി എനിക്ക് മൊത്തത്തിലൊരു സൈനസും ഒപ്പം എൻ്റെ ശബ്ദവും കുറച്ചൊന്ന് മാറിയിട്ടുണ്ട്. എൻ്റെ മുഖമൊക്കെ കുറച്ചൊരു ചീർത്തതുപോലെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? എനിക്ക് ഈ വെതർ സ്വിച്ചിങ് ഉണ്ടല്ലോ ഭയങ്കര ടഫാണ്. പാരമ്പര്യമായി ഞങ്ങൾ കൈമാറി വരുന്നതാണ് ഇങ്ങനെ അലർജിക് ആയിട്ടുള്ള ഒരു നേച്ചർ. അത് ഞാൻ വിട്ടുകൊടുക്കില്ല. അപ്പോൾ എൻ്റെയിലും അത് തന്നെ ഉണ്ട്. അതിൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ജനിച്ച കാലം തൊട്ടൊപ്പുള്ള സാധനമാവുകൊണ്ട് എനിക്കതെങ്ങനെ ഡീൽ ചെയ്യേണ്ടത് നന്നായിട്ട് അറിയാം. അപ്പം അധികം മൈൻഡ് ആക്കുന്നില്ല. യെസ്, അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി ഏകദേശം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ഒരു 9:30-10 മണിയാകുമ്പോൾ നമ്മൾ വീട്ടിലെത്തി. രാത്രി നമ്മൾ ഡിന്നറൊക്കെ കുക്ക് ചെയ്ത് കഴിച്ചു. ഇന്ന് രാവിലെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എല്ലാവരും രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചപ്പോൾ എല്ലാവർക്കും ഭയങ്കര ആഗ്രഹം ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം ബിരിയാണി നമ്മുടെ ഇമോഷനാണല്ലോ. കുറേ കാലമായി നമ്മൾ പുറത്ത് ഫുഡും എല്ലാം കഴിച്ച് വന്നോടെ നമ്മൾ ചോറൊക്കെ ഉണ്ടാക്കി കഴിച്ചെങ്കിലും ബിരിയാണി ഈസ് ബിരിയാണി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് പെട്ടെന്ന് ഒരു ബിരിയാണി ഉണ്ടാക്കാം. വേറെ കാര്യമായ പ്ലാനൊന്നും നമുക്കില്ല. വൈകുന്നേരം അൽക്കയ്ക്കും വൈശാഖ് സാർക്കും ഒന്നും കൂടെ ആംസ്റ്റർഡാം പോയിട്ട് നമ്മുടെ റെഡ് ലൈറ്റ് ഡിസ്ട്രിക്ട് ഒക്കെ അല്ലേ, അതൊക്കെ ഒന്ന് കാണണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊരു 8-8 ഇവിടുന്ന് ഇറങ്ങിയാൽ മതി. അത്രയും സമയം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ബിരിയാണി ഉണ്ടാക്കാം. ഇപ്പോൾ സമയം 12:30 ഉണ്ട് കേട്ടോ. ഒരിക്കലും നമുക്ക് ലഞ്ച് ആകുമ്പോൾ ബിരിയാണി ഉണ്ടാക്കി തീരാൻ പോകുന്നില്ല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കഴിച്ച് നമുക്ക് 1-2 മണിക്കൂറും കൂടെ പിടിച്ചു നിന്ന് നമുക്ക് ഒരു ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. ഇന്നത്തെ പ്രഹസനം ഒരു ബിരിയാണി കുക്കിംഗ് ആണ്. ഓക്കെ, പെട്ടെന്നുണ്ടായ പ്ലാൻ ആയതുകൊണ്ടേ വിഷ്ണു രാവിലെ പോയി ചിക്കൻ വാങ്ങി വന്നു, ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ ബിരിയാണിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കണമായിരുന്നു. കാരണം നമ്മളൊരു ട്രിപ്പ് കഴിഞ്ഞ് വന്നാൽ വീട്ടിൽ കാര്യമായിട്ടൊന്നും ഉണ്ടായിരിക്കില്ല. ഞാൻ ഫുൾ ക്ലീൻ ചെയ്തിട്ടാണ് ട്രിപ്പിന് പോയിട്ടുണ്ടായിരുന്നത്. വന്നിട്ടും ചെറിയൊരു റൗണ്ട് ഓഫ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ചെറുതായിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് പൊസിഷനിൽ പ്ലേസ് ചെയ്തു. മുഴുവൻ എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ തൽക്കാലത്ത് ഈ ഒരു പരിപാടി കഴിഞ്ഞു. അൽക്ക എണീറ്റ് ഡ്രസ്സൊക്കെ അലക്കാനിട്ടുകൊണ്ടിരിക്കുകയാണ്. വൈശാഖ് സാറും വിഷ്ണുവും കൂടെ ചേർന്നിട്ടാണ്, വേസ്റ്റ് തുറന്നിരിക്കുകയാണല്ലോ, വൈശാഖ് സാറും വിഷ്ണുവും കൂടെ ചേർന്നിട്ടാണ് പോയിട്ട് ചിക്കൻ എല്ലാം വാങ്ങിയിട്ട് വന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കട്ടെ. മാക്സിമം ഫാസ്റ്റ് ആയിട്ടാണ് നമ്മളിന്ന് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോണത്. ഇല്ല വിഷ്കണം അല്ല, കുറച്ച് ബിരിയാണിക്ക് കുറച്ച് അൽക്കതെ ജസ്റ്റ് ഇവിടെ എണീറ്റ് വന്നിട്ടുണ്ട്. അൽക്ക ഞാൻ എണീറ്റ് വന്ന ഉടനെ ചിക്കൻ മാറിനേറ്റ് ചെയ്യാനുള്ള പണി കൊടുത്തിട്ടുണ്ട്. വീണ്ടും കുളിച്ച് വൃത്തിയായി വരുന്നതാണ് അൽക്ക അവകാശപ്പെടുന്നത്. ആണോ അൽക്ക? വൈശാഖ് സാർക്ക് ഇവിടെ വന്നിട്ട് കിട്ടിയ ഏറ്റവും വലിയൊരു ക്ലാസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഡിഷ് പ്രോപ്പർലി സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ക്ലാസ്. വിഷയം 2-3 തവണ കൊടുത്തിട്ടുണ്ട്. എനിക്കൊരു 3 പാത്രത്തില് കറിയും ചോറ് എടുത്ത് തിന്നണം. വെറുതെ അവിടെ കൊണ്ടിടണം. ലാല് മറ്റേ ഇതിൽ നിൽക്കുന്ന ഒരു മീമില്ലേ, അതുപോലെ ഇവര് റിച്ച് പീപ്പിൾ യുനോ മെയ്ഡൊക്കെ ഉണ്ട്. അതുകൊണ്ട് റിച്ച് പീപ്പിൾ തന്നെ വെറുതെ വന്ന ഞങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ്. ആരും തരാണ്ട് നല്ല പണിയെടുക്കും. എല്ലാം ഞാനിവിടെ എല്ലാ പണിയെടുത്തിട്ടുണ്ട്. നിലം വരെ തുടച്ചിട്ടുണ്ട്. റോബോട്ടിന് നമ്മൾ പണി മുടക്കി വെച്ചു. ഇതിന്റെ പണി എടുക്കാന്നല്ല പറയാ, നമ്മൾ പണി ചെയ്യുമ്പോ ഇതിന്റെ പാർട്ടാവുക. ഞാനെന്താ വിചാരിച്ചു ഇവിടെ വന്ന് ഇങ്ങനെ കൗച്ചിൽ ഇങ്ങനെ കൊണ്ടുതരുന്നു. എന്റെ വെക്കേഷൻ ആണ് ഇത്. ഞാൻ പണിയില്ലാണ്ട് ഞാൻ ഓഫീസിൽ പോണായിരുന്നു. ഞാനും ചുമ്മാ അറിയണ കേട്ടോ, നമ്മള് വീട്ടിൽ നിന്ന് ആകെ കുക്ക് ചെയ്ത് തന്നെ ഒരു ശരിക്കും ഇവള് പറഞ്ഞ റോബോട്ടിന് പനിയാണ് 2 ദിവസമായിട്ട്. റോബോട്ടിനെ ഇറങ്ങി നല്ലോണം അങ്ങോട്ട് തീരുമാനം വർത്താനം കുറയ്ക്കുക കേട്ടോ. പട്ടിപ്പണിയാണ്. നമ്മളെന്താ തിരിച്ചു പോണേന്ന്. ഞാനും അൽക്കയും കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറയായിരുന്നു കേട്ടോ, ബാംഗ്ലൂരിൽ നമ്മൾ വർക്ക് ചെയ്തിരുന്ന സമയത്ത് നമ്മളൊരു 5-6 മാസം കഴിഞ്ഞപ്പോൾ PG ഒക്കെ വിട്ട് നമ്മൾ ഫ്ലാറ്റ് എടുത്ത് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും അൽക്കയും ആർച്ചിയും കൂടെ. പക്ഷെ നമ്മളവിടെ കുക്കിംഗ് വളരെ കുറവായിരുന്നു. എങ്ങനെയായിരുന്നു നമ്മുടെ ഒരു ഫുഡ് ഹാബിറ്റ് എന്നുള്ളത് അധികം അങ്ങോട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ബൈജൂസിൽ നമ്മുടെ വർക്കിംഗ് ടൈം വരുന്നത് ഉച്ചയ്ക്ക് 2 മണി തൊട്ടിട്ട് 11 മണി വരെ ആയിരുന്നു. ഡിന്നർ ബൈജൂസിന് കിട്ടുമായിരുന്നു. പക്ഷേ ലഞ്ച് നമ്മൾ പുറത്തുനിന്ന് കഴിക്കുമായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിക്കുമായിരുന്നു. എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അപ്പം നമ്മൾ പറയായിരുന്നു നമ്മൾ ഒരുമിച്ച് അങ്ങനെ തീരെ കുക്ക് ചെയ്തിട്ടില്ല, ഇപ്പോൾ ആയിരിക്കും നമ്മൾ ഒരുമിച്ച് കുക്ക് ചെയ്ത് തുടങ്ങുന്നതെന്നുള്ളത്.
ഇവർ 2 ദിവസം കഴിഞ്ഞാൽ പോവുകയാണല്ലോ. അപ്പോൾ എന്തായാലും അൽക്ക കുറച്ച് പാക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു. എനിക്ക് ഉള്ളിയും പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി ആ പേസ്റ്റ് ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും വിഷ്ണുവും കൂടെ ഇവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ആ പരിപാടികളൊക്കെ ചെയ്യുകയാണ്. അൽക്കയും വൈശക് സാറും മുകളിൽ ഡ്രസ്സ് പാക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. എത്ര പെട്ടെന്ന് ദിവസം പോകണമെന്ന് ആലോചിക്കുക. 2 ആഴ്ച മുന്നേ അൽക്ക വന്നത് എനിക്ക് ഓർമ്മയേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് ഒരു ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നു. ഇനിയിപ്പോൾ 2 ദിവസം കഴിയുമ്പോഴേക്കും അവർക്ക് പോകാനായി. അവർക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ നാളത്തെ ഒരു ദിവസം നമ്മൾ കംപ്ലീറ്റ്ലി അതിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. കുറച്ച് ഷോപ്പിംഗ് പാക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. ഇന്ന് നമ്മളിതേ ഇപ്പോൾ ഒരു ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിച്ച് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈവനിങ് ആംസ്റ്റർഡാം സെൻട്രലിലൊന്ന് കറങ്ങാനൊക്കെ പോയി തിരിച്ചു വരും. അത്രയേ ഉള്ളൂ ഇന്നത്തെ പ്ലാൻ. എനിക്ക് മെഷർമെന്റ് എപ്പോഴും ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ആൾക്കാരെ കഴിക്കുമ്പോൾ തകയിലാണ്. ഇത് 2 പറഞ്ഞത് നമുക്ക് 2 ഉണ്ടാക്കിയിട്ട് പിന്നെ 2 ഉണ്ടാക്കുക. കാരണം നമ്മൾ റൈസ് കുക്കറിൽ തകയില്ല. മറ്റേ വെള്ളത്തിന്റെ മെഷർമെന്റ് നമ്മൾ ആദ്യം ഇവിടെ ബിരിയാണിക്കുള്ള അരി ഇടാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞാൻ മുന്നേ കുറെ വ്ളോഗ്സിൽ ഞാൻ ഈ തുറന്നിരിക്കുന്ന ചെറിയൊരു മണം വരുന്നുണ്ട് പുറത്ത് വേസ്റ്റ്. അപ്പോൾ ഞാൻ മുന്നേയും കുറെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു റൈസ് കുക്കർ എന്ന് പറയുന്നത് ബോഷിന്റെ ഈ ഒരു റൈസ് കുക്കറാണ്. ഞാൻ ഏകദേശം ഒരു 3-4 കൊല്ലമായി ഉപയോഗിക്കുന്നു. ഞാൻ വളരെയധികം ഹാപ്പിയാണ്. ഇതിൽ നമുക്ക് ഇതൊരു റൈസ് കുക്കർ മാത്രമല്ല കേട്ടോ. ഇതിൽ നമുക്ക് പാസ്ത യോഗട്ട് പിന്നെ കുറെ ഫ്രൈ ചെയ്യാം, ബേക്ക് ചെയ്യാം, കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ അതൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ഇതിൽ മൊത്തത്തിൽ നമുക്കൊരു ബിരിയാണി ഇതിൽ മൊത്തത്തിൽ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി ഇല്ലേ, അതൊക്കെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാറില്ല. എന്താ പറഞ്ഞിട്ടുണ്ട് അവിടെ ഇരുന്നിട്ട് കയ്യും കണ്ണും കാണിച്ചിട്ട് എന്നെ സമ്മതിക്കില്ല. അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ റൈസ് കുക്കറിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് നെയ്യും ഒഴിച്ചതിന് ശേഷം നമ്മുടെ സ്പൈസസ് എല്ലാം ഇട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുത്ത് കുറച്ച് ഉള്ളി ഇട്ട് അതിന്റെ ഒപ്പം തന്നെ റൈസും കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ 1 കപ്പിന് 1.25 എന്നുള്ള അളവിൽ നമ്മൾ വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ലേ? എന്നാ വരും ഈ പറഞ്ഞ കാര്യമൊക്കെ ചെയ്തോളൂ. കാർത്തേനമ്മ നടന്നോളാം. നേരത്തെ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ. നമ്മൾ കുറച്ച് അവസാനം വിനീഗർ അല്ലെങ്കിൽ ലെമൺ റൈസ് ലെമൺ നമ്മൾ ഇതിൽ കുറച്ച് ആഡ് ചെയ്യണം. നല്ല നെയ്യാട്ടോ അത്. നാട്ടില് ബിരിയാണി ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് നേരത്തെ പറഞ്ഞ പ്രോസസ്സ് ചെയ്യുന്നതും കൂടെ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ, ഒരു ക്ലാരിറ്റിക്ക്. നമ്മളിതേ നെയ്യും എണ്ണയും ഒന്ന് ചൂടായതിന് ശേഷം നമ്മുടെ ബേസിക് ആയിട്ടുള്ള സ്പൈസസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഏലക്ക, ഗ്രാമ്പൂ, പെരിഞ്ചീരകം, ജാതിപത്രി. അതിനുശേഷം കുറച്ച് ഉള്ളി ഒന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം അതിലോട്ട് നമ്മൾ 20 മിനിറ്റ് കുതിർത്ത് വെച്ച അരി ആഡ് ചെയ്യണം കേട്ടോ. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് ഇവിടെ അരി വേവിച്ചെടുക്കാം. നിങ്ങൾ റൈസ് കുക്കറിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. അല്ല കുക്കറിലാണെന്നുണ്ടെങ്കിൽ ഇതേ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് കുക്കറിൽ വിസിൽ നിങ്ങൾ ചെയ്യുന്ന പോലെ ചെയ്തെടുക്കും. അൽക്കവിടെ ചിക്കൻ വറക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഉള്ളി അരിയാൻ വേണ്ടി നോക്കാം. നല്ല വിശക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ നാട്ടിൽ പോയി വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു മിക്സി കൊടുന്നത് കേട്ടോ. ഇത് പ്രീതി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. പിന്നെ ഇതിൻ്റെ മോഡൽ ഏതാണെന്നുള്ളതൊക്കെ എനിക്ക് ഓർമ്മയില്ല. എന്നെക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും അതൊക്കെ. ഈ ഒരു ഐറ്റം എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം എനിക്ക് ബിരിയാണി ഉണ്ടാക്കലൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ. കാരണം നമുക്ക് ഈ ഉള്ളി, വെളുത്തുള്ളി അങ്ങനത്തെ സാധനങ്ങൾ അരിഞ്ഞ് കിട്ടുക എന്നുള്ളതാണല്ലോ ഏറ്റവും പണിയുള്ളൊരു കാര്യം. ഇത് ഈ ഒരു മിക്സിയിൽ നമുക്ക് നിമിഷ നേരത്തിനുള്ളിൽ എല്ലാം ചെയ്തെടുക്കാനായിട്ട് പറ്റും. ചിക്കൻ എന്ത് വെച്ചിട്ടാണ് മാരിനേറ്റ് ചെയ്തെന്ന് പറയാൻ മറന്നു കേട്ടോ. നമ്മുടെ ബേസിക് മാരിനേഷനില്ലേ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഞാനൊരു നുള്ള് നമ്മുടെ മല്ലിപ്പൊടിയും ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒരു 60% കുക്കാവുന്നത് വരെയാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ബാക്കി നമ്മൾ മസാല ഇട്ടിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. നമുക്ക് 60 ആക്കോ 50 ആക്കോ 80 ആക്കോ നമുക്ക് കണ്ടറിയാം. ഇനി നമ്മളൊരു ചെറിയ പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതല്ല, അത്യാവശ്യം വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച ഉള്ളിയാണ് ആദ്യം ആഡ് ചെയ്യുന്നത്. മുഴുവൻ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. നമുക്ക് 2 ഡിവൈഡ് ചെയ്യാം. പകുതി നമുക്ക് മസാല ഉപയോഗിക്കാം, ബാക്കി പകുതി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു കാര്യം പറയാൻ മറന്നു. ഈ റെസിപ്പി ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഫ്രണ്ട് ഉണ്ട് ഷെറീറും അൻഷിഫയും. അവരുടെ ബിരിയാണി ഒരു രക്ഷയില്ല. അവർ അടിപൊളിയായിട്ട് ബിരിയാണി ഉണ്ടാക്കും. അപ്പൊ നമ്മള് പോവാന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കും ബിരിയാണി ഉണ്ടാക്കി തരുന്നത്. അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ബിരിയാണിയാണ്. അപ്പൊ നമ്മൾ നോമ്പുകാർക്കൊക്കെ പോയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കിഡ്ലം ബിരിയാണിയാണ് അവരുടേന്ന്. അപ്പൊ അവരുടേന്ന് ഞാൻ റെസിപ്പി ചോദിച്ചിട്ട് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്തായാലും ഇവരൊന്നും എത്തില്ല, എന്നാലും നമ്മളെ കൊണ്ട് എത്തുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ പുള്ളി എനിക്ക് ഇന്നലെ വോയിസ് നോട്ട് അയച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് കേട്ടോ, എന്താണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളത്.
നമ്മൾ ഉള്ളി അരിഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ ദേ നമ്മൾ പ്രോപ്പർലി എങ്ങനെയാണോ ബിരിയാണിക്ക് മുറിക്കുക അതേപോലെ തന്നെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതൊരു മെഷീൻ ചെയ്യുന്നതായത് കാരണം എല്ലാം നല്ല കറക്റ്റ് സൈസിൽ അടിപൊളിയായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ചെയ്യുന്നത് മല്ലിച്ചപ്പ്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഒറ്റടിക്ക് 2 കിറുക്കിറിൽ നമുക്ക് മുറിച്ചെടുക്കാം. ഈ ഉള്ളി നല്ലോണം കാരമലൈസ് ചെയ്തെടുക്കണം കേട്ടോ, എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക. എനിക്ക് എത്രയും വർത്താനം കൊണ്ട് അവസാനം ബിരിയാണി വായിക്കാൻ സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ല ബിരിയാണി. അപ്പൊ എന്തൊക്കെ ഭംഗിയുണ്ട്, രസമുണ്ട് പറയാം, അത് രസമുണ്ട്. ഇനി നമ്മൾ ഇതാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. പക്ഷെ കുറച്ച് നേരം കൂടെ നമുക്ക് കുറച്ച് എണ്ണയും കൂടെ കുറവുണ്ട് തോന്നുന്നു. അതും കൂടെ നമുക്ക് ആഡ് അപ്പൊ നീ അന്ന് ചിക്കൻ ഉണ്ടാക്കിയപ്പോൾ നല്ല ഇങ്ങനെ വഴറ്റി എടുത്തിരുന്നു. അന്ന് കാരമലൈസ്ഡ് ആ സ്വീറ്റ്നെസ് പുറത്തു വന്നു. അതിന് സമയം എടുക്കില്ലേ? അന്നത്തെ ആ വരട്ടിയ ചിക്കൻ അങ്ങനെ ഉണ്ടാക്കിയത് അത് കിഡിലായിരുന്നു. കിഡിലും ടേസ്റ്റ് ആയിരുന്നു. യേശുവിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അത് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യും. തക്കാളി അതാ ഓ ജസ്റ്റ് ഇത് അണിയന്റെ ഇതാണ്. ഉള്ളി ദേ ഇവിടെ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കൊറിയാണ്ടർ നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചില്ലേ അതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ശേഷം നമ്മൾ ആ വഴറ്റി വെച്ച ഉള്ളിയിലോട്ട് കുറച്ച് തക്കാളിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസാല ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോഴാണ് ഞാനൊരു നഗ്ന സത്യം മനസ്സിലാക്കിയത് അതിൽ ബിരിയാണി മസാല ഇല്ല എന്നുള്ളത്. പെട്ടെന്ന് നമുക്ക് ബിരിയാണി മസാല ഒന്ന് പൊടിച്ചെടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ അൽക്ക് ഇവിടെ ഉള്ളി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയും കൂടെ ചെയ്യാം ദമ്മിടാൻ വേണ്ടിയിട്ട്. ബിരിയാണി മസാല എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളതൊന്നും പ്രത്യേകം പറയണ്ട. ഞാൻ കണ്ണൂർ കിച്ചൺ എന്ന് പറയുന്ന ചാനൽ നോക്കിയിട്ട് പടയെന്ന് പെട്ടെന്ന് എൻ്റെ കയ്യിലുള്ള കുറച്ച് ഐറ്റംസ് വെച്ച് ഉണ്ടാക്കിയെടുത്തതാണേ. ബിരിയാണി മസാല റെഡിയായതും നമ്മുടെ ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ റൈസ് കുക്കറിൽ അറ്റ് എ ടൈം 2 കപ്പൊക്കെയാണ് പോവുള്ളൂ, അതായത് 2 വലിയ കപ്പ് കേട്ടോ. പക്ഷെ ഞാൻ ഇത് നമുക്ക് 2 നേരത്തോട്ട് എയിം ചെയ്തുണ്ടാക്കുന്ന ഫുഡായത് കാരണം ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ടൈംസ് ആയിട്ട് റൈസ് വെക്കാമെന്നാണ് വിചാരിച്ചത്. എന്തായാലും ഒരു സെറ്റ് അവിടെ റെഡി ആയിട്ടുണ്ട്, 2ാമത്തെ സെറ്റ് നമുക്ക് വെക്കാം. ഉള്ളി ഇതേ നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം മസാല ഇവിടെ സൈഡിൽ റെഡി ആവുന്നുണ്ട്. നമ്മൾ ഇത്രയും നേരമായിട്ടും ഒരു മസാല ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ആദ്യമായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ബിരിയാണി മസാലയും പിന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും. രണ്ടും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് എൻ്റെ അടുത്ത് ഷെറിർ ഇടാൻ വേണ്ടി പറഞ്ഞത്. പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റ് നന്നായി എടുത്ത് നിൽക്കണമെന്നും എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ നമ്മൾ 2 പൊടി മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ, 3 പൊടി. കുറച്ച് ടേമറിക് പൗഡറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ബിരിയാണി മസാലയും പിന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്ന സമയം കമ്പാരിറ്റീവ്ലി ഉണ്ടാക്കുന്നതിനേക്കാൾ കുറച്ച് കുറവായിരുന്നു കേട്ടോ. കാരണം എപ്പോഴും നമുക്ക് പല കാര്യങ്ങൾ ചെയ്തു തരാൻ നമുക്കൊരു ഹെൽപ്പിംഗ് ഹാൻഡ് ആയിട്ട് ഒരാളുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പെട്ടെന്ന് പോവില്ലേ. ഇന്ന് എനിക്കത് അൽക്കയായിരുന്നു കേട്ടോ. അൽക്ക ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ടായിരുന്നു. നമ്മളിനി ചിക്കനും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ദമ്മിടാം. നമ്മുടെ റൈസും റെഡിയാണ്. അപ്പോൾ ചിക്കൻ നമ്മൾ ആഡ് ചെയ്യണം കേട്ടോ. ഞാൻ ഇവിടെ വന്നിട്ടാണല്ലോ ഒരു ഫുൾ ഫ്ലെഡ്ജ് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നാട്ടിലെപ്പോഴും ഞാൻ കുക്ക് ചെയ്യുമായിരുന്നു, പക്ഷെ എന്നാലും ഇങ്ങനെ എന്താ പറയുക ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഒട്ടും കുക്കിംഗ് അറിയില്ല, അങ്ങനെ ഒരു സ്റ്റേജ് എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന് ഞാൻ കുക്കിംഗ് മുഴുവനായിട്ട് ചെയ്തു തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര എൻജോയ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൊരു കാര്യമായിരുന്നു അത്. എനിക്കിപ്പോഴും കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷെ എന്നാലും എൻ്റെ ഫസ്റ്റ് ഇയർ വെച്ച് നോക്കുമ്പോൾ ഞാനിപ്പോൾ കുക്ക് ചെയ്യുന്ന എത്രയോ കുറവാണ് കേട്ടോ. അത്രയും ഒരുപാട് വെറൈറ്റി ഓഫ് കാര്യങ്ങൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കുമായിരുന്നു. യൂട്യൂബിൽ കാണുന്ന ഓൾമോസ്റ്റ് എല്ലാ റെസിപ്പീസും ഞാൻ ചുമ്മാ ട്രൈ ചെയ്ത് നോക്കുമായിരുന്നു കേട്ടോ. അതൊക്കെ ഒരു കാലം. എനിക്ക് കുക്ക് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഭയങ്കര ടെംപ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് ഇങ്ങനെ ചിക്കൻ ഇങ്ങനെ വരട്ടി എടുക്കില്ലേ, ആ സമയം എനിക്ക് ഭയങ്കര ഇത് മാത്രമല്ല നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെംപ്റ്റിംഗ് ആയിട്ട് തോന്നും. ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന റീൽസിൻ്റെ ശബ്ദവും അതേപോലെ തന്നെ ക്രിക്കറ്റിൻ്റെ ശബ്ദം നിങ്ങൾ ഇഗ്നോർ ചെയ്യാം. കാരണം ഒരാൾ ക്രിക്കറ്റ് ഒരാൾ എന്തൊക്കെയോ റീൽസ് വിശന്ന് പൊരിഞ്ഞിരിക്കുകയാണ് ഇവര്. നോക്കി നോക്ക് രണ്ടുപേര് എന്തെങ്കിലും കഴിക്കാൻ തരുമോ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഗാർണിഷിങ്ങിന് ആൾക്കതെ മിന്റ് മുറിച്ചോണ്ടിരിക്കുകയാണ്. വൈശാഖ് സാറും വിഷ്ണുവും ബാക്കിൽ തളർന്നുറങ്ങി. അവർ വേറെ എന്തെങ്കിലും കഴിക്കണമെന്ന് വെച്ചിട്ട് കഴിക്കുന്നില്ല, കാരണം അവർക്ക് വിശപ്പ് മാറാതെ ബിരിയാണി കഴിക്കണമെന്നുണ്ട്. ഞാൻ ഭയങ്കര സ്ട്രെസ്സിലാണ് കുക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. ഇൻ കേസ് ശരിയായില്ലെങ്കിൽ ഈ മിന്റ് കാരണമാണ് കേട്ടോ. നേരത്തെ ഇതിലോട്ട് മസാല ആഡ് ചെയ്തില്ലേ, അതിനുശേഷം നമ്മൾ ഇതിലോട്ട് കൊറിയാൻഡറും മിൻറ്റും മാത്രമാണ് ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു മിനിറ്റ്, ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മളൊരു 2 സ്പൂൺ കേർഡും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സാലഡിന് വേണ്ടിയിട്ടുള്ള ഉള്ളി മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്ത് നമ്മുടെ മസാല കംപ്ലീറ്റ്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇനി ആ സൈഡിൽ പോയിട്ട് ദമ്മിടുന്നതാണ്.
ദമ്മിടുക എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ ദമ്മിടാൻ വേണ്ടിയിട്ട് ബിരിയാണി പാത്രമൊന്നുമില്ല കേട്ടോ. ഞാൻ സാധാരണ ഈ ഒരു ഗ്ലാസ് ട്രേയിലാണ് ദമ്മിടാറ്. അതും ഗ്ലാസ് ട്രേ നമുക്ക് അടുപ്പത്ത് വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഗ്രിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യാറ് കേട്ടോ. അവനൊന്ന് ഒരു 200 അല്ലെങ്കിൽ 220 പ്രീ ഹീറ്റ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ്സ് ഞാൻ ഗ്രിൽ ചെയ്തെടുക്കും. അപ്പോൾ എനിക്ക് സെയിം ദമ്മിട്ട അതേ ഒരു ഫീൽ കിട്ടാറുണ്ട്. പിന്നെ ഞാനിങ്ങനെ ലെയർ ആയിട്ടല്ല ദമ്മിടാറ്. ഞാൻ ഫുൾ ചിക്കൻ താഴെ ഇടും, പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ റൈസ് ഇടും. കാരണം എനിക്ക് ദമ്മൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ റൈസ് എടുത്ത് മാറ്റി പിന്നെ ചിക്കനും വേറെ ഇട്ട് കഴിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഞാൻ ദമ്മിടാറ്. പിന്നെ ഇടയിൽ നമ്മൾ കുറച്ച് ഇങ്ങനെ കടിക്കാൻ വേണ്ടി അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതേപോലെ കൊറിയാൻഡർ ലീവ്സ്, മിൻറ്റ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, വിഷ്ണുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ബിരിയാണിയാണ്. ബിരിയാണി എന്ന് മാത്രമല്ല കേട്ടോ, വിഷ്ണു ഭയങ്കര എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വിഷ്ണുവിന് ഇഷ്ടം ബീഫ് ബിരിയാണിയാണ്. ബീഫ് ബിരിയാണി ഒരു തവണ ഞാൻ ട്രൈ ചെയ്ത് നോക്കി, അത്ര അങ്ങോട്ട് ശരിയായി വന്നില്ല. അതുകൊണ്ട് ഞാൻ ചിക്കൻ ബിരിയാണിയിലാണ് ഞാൻ പിന്നെ മുന്നോട്ട് കാര്യങ്ങൾ പഠിച്ചെടുത്തത്. അപ്പോൾ എപ്പോഴും ഞാൻ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞ് ദമ്മിടുമ്പോൾ വിഷ്ണുവിന് ഭയങ്കര ഇഷ്ടമാണ് അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ദമ്മിടുന്ന സമയമാകുമ്പോൾ വിഷ്ണു കറക്റ്റായിട്ട് മുന്നേ വരുമായിരുന്നു. പിന്നെ ദം പൊട്ടിക്കുന്നതും വിഷ്ണു ആയിരുന്നു. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഫുഡ് കഴിക്കാനുള്ള ഓരോരോ ആൾക്കാരുടെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ തിരിച്ചറിയുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ നന്നായിട്ട് ഫുഡ് കഴിച്ചു തുടങ്ങിയത് ഞാൻ കല്യാണത്തിന് ശേഷമാണ്. അതിന് മുന്നേ എനിക്ക് ഫുഡ് ഒട്ടും താല്പര്യമില്ലാത്തൊരു മേഖലയായിരുന്നു. അമ്മയൊക്കെ നിർബന്ധിച്ച് എന്നെ കഴിപ്പിക്കുമായിരുന്നു. പക്ഷേ നമ്മൾ അത്യാവശ്യം നല്ല ഫുഡി ആയിട്ടുള്ള ഒരാളുടെ ഒപ്പം നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് അയാൾ ഫുഡിനോട് കൊടുക്കുന്ന എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കും എന്തോ ഒരു സാധനം വരില്ലേ. അങ്ങനെയാണ് ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഫുഡ് കഴിച്ചു തുടങ്ങിയത് കേട്ടോ. അങ്ങനെ ഞാൻ ഫുഡ് ഇഷ്ടപ്പെടാൻ തുടങ്ങിയ കഥയൊക്കെ പറഞ്ഞു വന്നപ്പോഴേക്ക് നമ്മുടെ ദം ഇടുന്ന പരിപാടി ഇവിടെ തീരുമാനമായിട്ടുണ്ട് കേട്ടോ. ഞാൻ അവൻ ഒരു 220 പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ. ഇനി നമുക്കൊരു 12 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ടൈമർ വെച്ച് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു റിയൽ ദമ്മിൻ്റെ ആ ഒരു ഫീല് കിട്ടും കേട്ടോ. ആർക്കെങ്കിലും ബിരിയാണി ചെമ്പില്ലാത്ത ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രോസസ്സ് ഒന്ന് നോക്കി നോക്കൂ. ഇത് ഈക്വലി എഫക്റ്റീവാണ്. ആൻഡ് എനിക്കിത് പറഞ്ഞു തന്ന എൻ്റെ ഗുരുവായ അമ്മു ചേച്ചിയാണ് കേട്ടോ. പിന്നെ നമ്മൾ സൈഡിൽ ഇവിടെ കുറച്ച് കുട എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ബിരിയാണി എല്ലാം കുടത്തിലോട്ട് മാറ്റാം. ഇത് വിഷ്ണുവിൻ്റെ ഒരു ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് കേട്ടോ. മുന്നേ നമ്മൾ ആംസ്റ്റൽഫെയിനിൽ താമസിച്ചിരുന്ന സമയത്ത് അവിടെ അടുത്തൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവർ നമുക്ക് മഡ്ക ബിരിയാണി നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇങ്ങനെ മഡ്കയിൽ തന്നെയാണ് കൊണ്ടു തരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അന്ന് വാങ്ങിച്ച കുറച്ച് ബിരിയാണിയുടെ കുടങ്ങളെല്ലാം എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഞാനിടയ്ക്ക് ബിരിയാണി ഉണ്ടാക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ മഡ്കയിലാക്കും. ചുമ്മാ വലിയ കാര്യമൊന്നുമില്ല, ഒരു ഫീലിന് വേണ്ടിയിട്ട്. ചുമ്മാ നമ്മളിങ്ങനെ മഡ്കയിലാക്കിയതിന് ശേഷം ഏകദേശം ഒരു 1 മിനിറ്റ് ഞാനൊന്ന് അവൻ ചെയ്തെടുക്കും. കൂടുതലായി കഴിഞ്ഞാൽ ചിലപ്പോൾ കുടം പൊട്ടിപ്പോയാലോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അങ്ങനെ അവൻ ചെയ്തെടുത്ത് നമ്മൾ കഴിക്കും. നമ്മളിങ്ങനെ മഡ്കയിലാക്കുന്നതുകൊണ്ട് പ്രത്യേക ടേസ്റ്റ് കൂടുന്നൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒരു ഫീലാണ്. രസമല്ലേ ഇങ്ങനെ കുടത്തുനിന്നൊക്കെ എടുത്ത് ബിരിയാണി കഴിക്കുമ്പോൾ ഒരു രസം, അത്രയേ ഉള്ളൂ. അൽക്കിയും വൈശാഖ് സാറും വീട്ടിൽ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ സ്വിസ് പോയി വന്ന വിശേഷങ്ങളും ഒരുപാട് കാര്യം പറയാനുണ്ടായിരിക്കില്ലേ. അപ്പോൾ അതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അൽക്ക തിരിച്ച് വന്നപ്പോഴേക്ക് ഞാൻ ടേബിളിൽ നമുക്ക് കഴിക്കാനുള്ള ഐറ്റംസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വിഷ്ണു പിന്നെ അപ്പോൾ നമ്മുടെ ഡിഷിൽ സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ കഴിച്ചു തീരുമ്പോൾ നമ്മുടെ കിച്ചണും ക്ലീൻ ആയിരിക്കുമല്ലോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് എന്നാണോ ഡിന്നർ എന്നാണോ എന്താ വിളിക്കുകയെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. എനിക്കിപ്പോൾ കാണുമ്പോൾ ചുമ്മാ വായിൽ വെള്ളം വരുന്നു. ഞാൻ ഫുഡ് കഴിക്കാൻ പോകുന്നുള്ളൂ. ഭയങ്കര ലേറ്റാണ്. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് അങ്ങോട്ട് വന്നിട്ട് എടുക്കാൻ വേണമെങ്കിൽ വണ്ടി. നീ പുറത്ത് പോകണോ? അല്ല, ഞാൻ ഫുഡ് കഴിക്കാൻ വീട്ടിൽ കഴിക്കാൻ പോകണുള്ളൂ. ബാക്കിൽ വിഷ്ണു കാര്യമായിട്ടൊരു ഫോൺ കോളിലാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ മ്യൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുള്ളൊരു സമയമായിരുന്നു അത്. എനിക്കങ്ങനെ എൻ്റെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ കുറച്ച് കഴിവ് കുറവുള്ള ഒരാളാണ്. എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയായിരുന്നു. നമ്മളുണ്ടാക്കിയ ഫുഡ് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ എൻജോയ് ചെയ്ത് കഴിക്കില്ലേ. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വൈശാഖ് സാർ കഴിച്ചിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുള്ളി ആ ഒരു കുടം കംപ്ലീറ്റ് കാലിയാക്കിയായിരുന്നു കേട്ടോ. അടിപൊളി. ഷെറീർ എനിക്ക് അയച്ച വോയിസ് നോട്ട് അതുപോലെ ഞാൻ ഫോളോ ചെയ്യാണ് കേട്ടോ ചെയ്ത്. എന്നാലും ഞാൻ അവരുടെ അടുത്ത് പോയി കഴിക്കുന്ന ബിരിയാണിയുടെ 4-1 പോലും ആയിട്ടില്ല. പക്ഷെ എന്നാലും ഞാൻ ഉണ്ടാക്കാറുള്ള കുറേ ബിരിയാണികളിൽ നിന്നും അത്യാവശ്യം നല്ലതായിട്ടുള്ളൊരു ബിരിയാണിയായിരുന്നു അത്. നിങ്ങൾക്ക് റെസിപ്പി എത്ര മനസ്സിലായി എന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ മാക്സിമം നന്നായി ശ്രമിച്ചായിരുന്നു പറഞ്ഞുതരാൻ വേണ്ടിയിട്ട്. എൻ്റെ ലൈക്കിങ് കുറച്ചുകൂടെ എരിവാകും. പക്ഷേ നമ്മുടെ അടുത്ത് 2 വഴി പറയാനുള്ള ഒരു കുട്ടികളുണ്ട്. ഇയാള് അല്ല
വൈശാഖ് സാർക്ക് തീരെ എരിവ് പറ്റില്ല കേട്ടോ. അതായത് നമ്മൾ മുളക് പൊട്ടർ സ്പൂണൊന്ന് മുകളിൽ കൂടെ കാണിച്ചാൽ പോലും പുള്ളിക്ക് എരിഞ്ഞിട്ട് നിൽക്കാൻ വേണ്ടി പറ്റില്ല. അതാണ് വിഷ്ണു പറയുന്നുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഉണ്ടാക്കിയതിൽ നിന്ന് നിങ്ങൾക്ക് റെസിപ്പി മുഴുവനായിട്ട് മനസ്സിലായില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. കാരണം ഞാൻ ഷെറീറിനെയും അൻഷിഫേനെയും കൂട്ടിയിട്ട് കൃത്യമായിട്ട് അവരെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളൊരു വീഡിയോ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വരും മാസങ്ങളിലോ വരും ആഴ്ചകളിലോ എപ്പോഴെങ്കിലും ആയിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ. എന്തായാലും ഇത് അടിപൊളി ബിരിയാണി ആയിരുന്നു. നല്ലോണം വിശന്നുകൊണ്ട് ഞാനും ആ കുടം കംപ്ലീറ്റ് കഴിച്ചു കേട്ടോ. കുടം കംപ്ലീറ്റ് കഴിച്ചു എന്നല്ല, കുടത്തിലെ ബിരിയാണി കംപ്ലീറ്റ് കഴിച്ചു. അങ്ങനെ അടിപൊളി ബിരിയാണിയൊക്കെ കഴിച്ച് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ദിവസം അവസാനിപ്പിക്കുകയായിട്ടില്ല. നമ്മൾ ഇന്നത്തെ ഈ ഒരു നേരം ചെറുതായിട്ട് ഇവിടെ അവസാനിപ്പിച്ചു കേട്ടോ. എനിക്ക് ചെറുതായിട്ടൊരു വിഷമം ഉണ്ടായിരുന്നു ഉള്ളിൽ, ഇവരിങ്ങനെ പോവുകയാണല്ലോ എന്നുള്ളത്. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഇമോഷൻസ് അധികം എക്സ്പ്രസ് ചെയ്യാത്ത ഒരാളാവുന്നതുകൊണ്ട് ഞാൻ അത് ഉള്ളിൽ അടക്കി പിടിച്ചുകൊണ്ട് നല്ല ടേസ്റ്റോട് കൂടെ ബിരിയാണി കഴിച്ചു. ഒരു ചെറിയ ഉറക്കത്തിന് ശേഷം നമ്മളെല്ലാവരും ആംസ്റ്റർഡാം സെൻട്രലിൽ പോകാൻ വേണ്ടി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന്റെ റീമിക്സ് ആയിരുന്നു. ഏതെന്ത് റിമിക്സും നീയാൻ തണലിന് താഴെ. ഈ തണലും കേട്ടില്ല താഴെയും കേട്ടില്ല. ഏതാ പാട്ടുകൾ മനസ്സിലായില്ല. അതാണ് ആദ്യം പറഞ്ഞിട്ടൊന്നും ചൂടടിക്കുന്നത്. നേരത്തെ ഈ ഇറങ്ങിയത് നിനക്ക് വൃത്തിക്ക് മനസ്സിലായല്ലോ ഏതായിരുന്നു. ഞാൻ പാട്ട് പാടിക്കൊണ്ട് വന്നോണ്ട് നിങ്ങൾ ചൂടടിക്കുമ്പോ എനിക്ക് മനസ്സിലായതാണെന്ന്. എനിക്ക് മനസ്സിലായി. നമ്മളെങ്ങോട്ടാ പോകുന്നത്? ചൂടടി ഞാൻ പറയാതാണ്. നമ്മൾ ആംസ്റ്റർഡാം സെൻട്രൽ റെഡ് ലൈറ്റ് ഡിസ്ട്രിക്ട് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. സിമ്പിൾ എന്ന് പാടി എനിക്ക് മനസ്സിലായി. എന്താ വിഷ്ണു വൈശാഖ് സാർ നല്ലൊരു ഗെയിമിലായിരുന്നു. വിഷ്ണു ചൂളടിക്കും, അതേതാന്നുള്ളത് വൈശാഖ് സാർ ഗസ് ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് വിഷ്ണു ചൂളടിച്ചത് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ ചുമ്മാ ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഇതൊക്കെ ഒരു രസമല്ലേ. ഇവിടെ റായിലെത്തി. നമ്മൾ സെൻട്രം പോകുമ്പോൾ സെൻട്രത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്താൽ ഭയങ്കര പാർക്കിംഗ് ഫീ എന്ന് പറഞ്ഞിട്ടല്ലേ. ഇവിടെ റായിൽ P+R ഉണ്ട്. അതായത് ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് എടുത്ത് തിരിച്ച് ഇവിടെ തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് €1 ആണ് പാർക്കിങ്ങിന് പേ ചെയ്യണ്ടോ. അതെനിക്ക് തോന്നുന്നു അധികം സ്ഥലങ്ങളിലും ഉണ്ട് കേട്ടോ. സമയം 10:30 ആയിട്ടുണ്ട്. നമ്മളിവിടുന്ന് കയറി റോക്കിനിൽ ചെന്നിറങ്ങുമ്പോഴേക്ക് ഏകദേശം ഒരു 10:45 എന്താണ് ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കണത്? രസമുണ്ടോ? P+R എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് പ്ലാൻ ചെയ്യുന്നതിൻ്റെ മുന്നേ അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് അവർ ഓപ്പൺ ആണോ എന്നുള്ളതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. കാരണം 1-2 തവണ ഞങ്ങൾക്കൊരു ചെറിയ പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. RLDനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. നമ്മളൊരു വ്ളോഗ് നമ്മുടെ ചാനലിലും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കൂടുതൽ ഇപ്പോൾ നമ്മൾ അതിനെ പറ്റിയിട്ട് ഈ ഒരു വ്ളോഗിൽ സംസാരിക്കുന്നില്ല. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ നടന്നതിന് ശേഷം തിരിച്ച് പോകാൻ നോക്കുകയാണ്. അതിന് മുന്നേ നമ്മൾ ഈ ഒരു ബേക്കറിയിൽ വന്നു കേട്ടോ. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രഷ് ആയിട്ട് ചുറോസ് ഫ്രൈ ചെയ്ത് തരും. സെയിം ബേക്കറിയാണ്. നമ്മൾ അന്ന് പോയില്ലേ, ഞാൻ ഇതിൻ്റെ പേര് ഞാൻ എന്തായാലും നെക്സ്റ്റ് വ്ളോഗിൽ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ മറന്നുപോയി ഇത്തവണ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു ചുറോസൊക്കെ വാങ്ങിച്ച് കഴിച്ച് നമ്മളിതേ വീട്ടിൽ പോവുകയാണ്. നമുക്ക് ഇവിടെ നിന്ന് റായിലോട്ട് പോകാൻ വേണ്ടി ഏകദേശം ഒരു 2 സ്റ്റോപ്പേ ഉള്ളൂ. അവിടുന്ന് കാർ എടുത്തിട്ടാണ് നമ്മൾ വീട്ടിലോട്ട് പോകുന്നത്. ഇതൊരു ചെറിയ വ്ളോഗായിരുന്നു കേട്ടോ. ഒരു രസമുള്ളൊരു ദിവസം ഞാൻ ഓർത്തു എടുത്തു വെക്കുകയാണെങ്കിൽ വീണ്ടും എനിക്ക് കാണാനും രസമുള്ളൊരു വ്ളോഗായിരിക്കും. എന്തായാലും വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ.